ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം വെച്ചുകൊണ്ട് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പ്രകടമായിരിക്കുക. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലായിരിക്കും പ്രതിഫലിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും ഈ തരത്തിൽ പോകുകയാണെങ്കിൽ കേരളത്തിൽ UDF അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ പഞ്ചായത്ത് ഇലക്ഷൻ്റെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം മുന്നണികളിൽ മാറ്റം ഉണ്ടാകാം. ഇടതുപക്ഷ മുന്നണിയിൽ മാറ്റം ഉണ്ടാകാം, അതുപോലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDFയിൽ മാറ്റം ഉണ്ടാകാം, BJPയിൽ മാറ്റം ഉണ്ടാകാം. ഒരുപക്ഷെ BJPയിലേക്ക് പുതിയ നേതാക്കന്മാർ വന്നുകൂടായികയില്ല. അപ്പോൾ ഒരു വലിയ ചേഞ്ച് ഇതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകും. അപ്പോൾ ഇതിന് ഒരു അവസരമാണ് ഈ 4 മാസം എന്ന് പറയുന്നത് കേരളത്തിലെ വിവിധ മുന്നണികൾക്ക്. LDFനായാലും UDFനായാലും NDAയ്ക്കായാലും അവരുടെ സ്ട്രാറ്റജിയിൽ മാറ്റങ്ങളുണ്ടാക്കാൻ കഴിയും. അപ്പം എന്ത് മാറ്റങ്ങളുണ്ടാക്കിയാലും ശരി, LDFന് എതിരായിട്ടുള്ളൊരു തരംഗം കേരളത്തിലുണ്ട് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അപ്പം തീർച്ചയായിട്ടും ഇത് നിയമസഭാ ഇലക്ഷനിൽ പ്രതിഫലനം ഇതിൻ്റെ ഉണ്ടാകും. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ കാര്യം നോക്കാം. തിരുവനന്തപുരത്താണ് അവർക്ക് വലിയ നോട്ടം ഉള്ളത്. തിരുവനന്തപുരവും തൃശ്ശൂരും ആലപ്പുഴയും ഒക്കെ ഉണ്ട്. തിരുവനന്തപുരത്ത് തന്നെ ഇപ്പോൾ കോർപ്പറേഷൻ പിടിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഇവിടെ നിന്ന് ഒരു 4 നിയമസഭാ സീറ്റെങ്കിലും 2026 എത്തിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു. സബർബൻ പഞ്ചായത്തുകൾ പലയിടത്തും BJPക്ക് നല്ല വോട്ട് ഷെയർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 4 or 5 മണ്ഡലങ്ങളിൽ BJP ഭൂരിപക്ഷത്തിൽ വരാൻ ശക്തമായിട്ടുള്ള പ്രവർത്തനം നടത്തിയാൽ കഴിയും. അത് കഴിയണമെന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള നേതാക്കന്മാരുണ്ടാകണം ഈ മണ്ഡലങ്ങളിൽ. അല്ലാതെ അറിയപ്പെടാത്ത നേതാക്കന്മാരെ ഒന്നും BJPയെ സംബന്ധിച്ചിടത്തോളം നേതാക്കന്മാർക്കാണ് ക്ഷാമമുള്ളത്, നിർത്താനുള്ള ആളുകൾക്കാണ് ക്ഷാമം ഉണ്ടായത്. സ്ഥിരമായിട്ട് പണ്ട് മുതലേ നമ്മൾ ഒരേ ആളുകളെ തന്നെയാണ് പല നിയമസഭാ മണ്ഡലങ്ങളും നിർത്തിക്കൊണ്ടിരിക്കുന്നത്, BJPക്കാർ നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നല്ല നേതാക്കന്മാരെ ചൂസ് ചെയ്തിട്ട് നിർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് 4 or 5 മണ്ഡലങ്ങളിൽ BJP ജയിച്ച് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം നമുക്കറിയാം അതിശക്തമായ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. അതിനോടൊപ്പം തന്നെ മേയറുടെ ഒരു പരാജയവും മേയർക്കെതിരെ ഉണ്ടായ പരാതികളും ഒക്കെ ഇവർക്ക് അനുകൂലമായിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും മേയറെ കുറിച്ച് ധാരാളം പരാതികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മേയർ ഒന്നും ചെയ്തിട്ടില്ല എന്നല്ല. ഒരു യുവ മേയർ എന്ന രീതിയിൽ അവരവരുടേതായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ആ പ്രവർത്തനത്തെ കൺട്രോൾ ചെയ്തെന്ന് പുറകിൽ നിന്നുകൊണ്ട് കൺട്രോൾ ചെയ്തിട്ടുള്ള പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള നേതൃത്വമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ നേതൃത്വത്തിനകത്ത് നിന്നുകൊണ്ട്, ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ടായിരിക്കും പുതിയ മേയർ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വലിയ ഒരു പരാജയമായിരുന്നു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. തിരുവനന്തപുരത്തെ മേയർ അവർക്ക് അവരുടേതായ കഴിവിനകത്ത് നിന്നുകൊണ്ട് അവർ പരമാവധി ചെയ്തിട്ടുണ്ടാവും. അതിൽ പാർട്ടിയുടെ ഇടപെടലുണ്ടാകും. ഇപ്പോൾ CPMൻ്റെ ഒരു മേയറോ അല്ലെങ്കിൽ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ MLA ഒക്കെ പ്രവർത്തിക്കുന്നതിന് പാർട്ടിയുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ പ്രവർത്തന മണ്ഡലത്തിനകത്ത് നിന്നുകൊണ്ട്, ആ നിർദ്ദേശത്തിനകത്ത് നിന്നുകൊണ്ട്, ആ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് അവർ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റേതായ ലിമിറ്റേഷൻസ് തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാകും. അല്ല, ഈ പതിറ്റാണ്ടുകളായിട്ട് ഇവരുടെ കൈകളിലിരുന്ന കോർപ്പറേഷനാണിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതെ. അപ്പോൾ അതിൻ്റെ CPMന് അതൊരു വലിയ തിരിച്ചടിയാണ്. അവരുടെ ഒരു തിരിച്ചുവരവെന്ന് പറയുന്നത് അല്പം ഇനിയും പ്രയാസത്തിലേക്ക് പോകാനുള്ള സാധ്യതയുമാണ്, അല്ലേ? അത് തീർച്ചയായിട്ടും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം 55% ആളുകളെ വോട്ട് ചെയ്തിട്ടുള്ളൂ, 45% വോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? CPMൻ്റെ ആളുകൾ, ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ 55% സാധാരണയായിട്ട് ഒരു ഇലക്ഷനിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് വരുമ്പോൾ ഇടതുപക്ഷത്തിന് വലിയ ഭൂരിപക്ഷം ഉണ്ടാകും എന്നാണ് പൊതുവെ നമ്മൾ വിശ്വസിക്കപ്പെടുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. ഇപ്പോൾ ഇടതുപക്ഷത്തിന് എതിരായിട്ട് വോട്ട് ചെയ്യേണ്ടവരാണ് ഈ ഇലക്ഷനിൽ വോട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് ഇപ്പോഴത്തെ BJPയുടെ മുന്നേറ്റത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇടതുപക്ഷത്തുള്ളവരുടെ വോട്ട് പോലും BJPക്ക് കിട്ടിയിട്ടുണ്ടാകും. തീർച്ചയായിട്ടും പിന്നെ ഈ ഇടതുപക്ഷത്തിന് കിട്ടിയ വോട്ട് ഇപ്പോൾ എവിടെ പോയി? തീർച്ചയായിട്ടും അത് BJPക്കാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോഴും. അല്ല, അത് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പാർട്ടിയിൽ നിന്ന് വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈഴവരുടെ വോട്ട് നന്നായിട്ട് BJPയിലേക്ക് പോയി എന്ന് പാർട്ടി തന്നെ വിലയിരുത്തിയിട്ടുള്ളത്. അല്ല, ഈഴവരുടെ വോട്ട് അങ്ങനെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈഴവ കമ്മ്യൂണിറ്റി പൊതുവെ ഇടതുപക്ഷത്തിനോട് ആഭിമുഖ്യമുള്ള, CPMനോട് ആഭിമുഖ്യമുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അതിൽ നിന്ന് വലിയ വോട്ട് ചോർച്ച ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫോർവേഡ് കമ്മ്യൂണിറ്റിയുടെ വോട്ടുകളായിരിക്കും കൂടുതലും BJPയിലേക്ക് പോകാനുള്ള സാധ്യത. മറ്റ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള വോട്ടുകൾ
കാരണം തിരുവനന്തപുരത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാരാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഡൽഹി പോലെ തന്നെ വളരെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ക്രീമി കമ്മ്യൂണിറ്റിയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. പാവപ്പെട്ടവരുടെ എണ്ണം വളരെ കുറവല്ലേ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പൈസ ഉള്ളവർക്ക് തിരുവനന്തപുരത്ത് വീട് വെക്കാനും ഫ്ലാറ്റ് വാങ്ങിക്കാനും അവിടെ ഇരുന്ന് താമസിക്കാനും ഒക്കെ കഴിയുള്ളൂ. അപ്പോൾ തിരുവനന്തപുരത്തുള്ള ആളുകളെന്ന് പറയുന്ന ഒരു ക്രീമി ലെയർ ആളുകളാണ്. അപ്പോൾ അവരുടെ വോട്ടുകളൊക്കെ ഇപ്പം ജാതി മത വ്യത്യാസത്തിനൊക്കെ അതീതമായിട്ട് തന്നെ NDAയിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശബരിമല വിഷയവും അവർക്ക് ശക്തമായി തിരിച്ചടി കൊടുത്തു. തീർച്ചയായിട്ടും ഉണ്ട്. ശബരിമല വിഷയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ. ഇപ്പം ശബരിമല എന്ന് പറയുമ്പം ഇന്ത്യ മുഴുവനും വളരെ പരിശുദ്ധമായി പരിപാവനമായി കരുതുന്ന ഒരു ക്ഷേത്രമാണ്. അവിടെ ഉള്ള അയ്യപ്പൻ്റെ പിന്നെ ദ്വാരപാലക ശില്പം അല്ലെങ്കിൽ അയ്യപ്പൻ്റെ വാതിൽ തന്നെ പൊളിച്ചോണ്ട് പോയി എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമായിട്ട് ആരും കാണത്തില്ല. അത്രമാത്രം കൊള്ള നടത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആ കൊള്ളയ്ക്ക് ആര് നേതൃത്വം കൊടുത്തു എന്ന് നോക്കുമ്പോഴാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരൊക്കെ അകത്തായി കിടക്കുന്നു. അതിന് വളരെ വ്യക്തമായിട്ടുള്ള തെളിവാണല്ലോ ജനങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അവിടെ CPM-ന് ഒരു തിരുത്തൽ പോലും വരുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഒരു തിരുത്തലും വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുമില്ല. മുൻ MLA ആയിട്ടുള്ള പാർട്ടിയുടെ സമുന്നത നേതാവായിട്ടുള്ള പത്മകുമാർ ഇപ്പം ജാമ്യം പോലും കിട്ടാതെ പല പ്രാവശ്യം ജാമ്യത്തിന് വേണ്ടി അപേക്ഷിച്ചിട്ടും കോടതി കൊടുക്കാതെ കൃത്യമായ തെളിവുകളല്ലേ ഉള്ളത്. സ്വർണം ചെമ്പാണെന്ന് എഴുതി വെച്ചിരിക്കുകയല്ലേ പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ തന്നെ എഴുതി വെച്ചിരിക്കും എന്നൊരു സംസ്ഥാനത്ത്. ജനങ്ങൾക്ക് വ്യക്തമായ തെളിവല്ലേ, ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള കൊള്ളയ്ക്കൊന്നും ജനങ്ങൾ കൂട്ടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഏത് പാർട്ടിയാണെങ്കിലും ശരി. ഇപ്പോൾ പാർട്ടിക്കാർ തന്നെ പറയുന്നതല്ലേ ഇത് കൊള്ളയാണ്, കൊള്ളയടിക്കുകയാണ് എന്ന് പറയുന്നില്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള കൊള്ളകൾ നടക്കുന്നുണ്ട്. അത് തടയേണ്ട ഉത്തരവാദിത്വം പാർട്ടി നേതൃത്വത്തിനുണ്ട്. അവരത് ചെയ്തില്ല. ചെയ്താത്തതിൻ്റെ അനന്തരഫലമാണ് ഇപ്പോൾ അവരനുഭവിച്ചത്. അപ്പോൾ LDF-ന് കിട്ടിയിരിക്കുന്ന തിരിച്ചടിയിലെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ശബരിമല തന്നെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്. അതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ വെച്ച് മറയ്ക്കാൻ നോക്കിയിട്ട് ഒന്നും അത് ശ്രമം നടന്നിട്ടില്ല. അല്ല, രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ ഒരു പ്രശ്നമല്ലല്ലോ, ജനങ്ങളുടെ നീറുന്ന പ്രശ്നമല്ല. അയാൾ പെണ്ണുപിടിക്കാൻ പോയോ അല്ലെങ്കിൽ ഇപ്പോൾ ബലാത്സംഗം ചെയ്തോ അതൊക്കെ വ്യക്തിപരമായിട്ട് അയാളുടെ പേര് കേസെടുക്കുകയും നടപടിയെടുക്കുകയും ചെയ്യേണ്ട കേസുകളാണ്. അത് മാങ്കൂട്ടത്തിന്റെ സദാചാര പ്രശ്നം. അതെ അല്ലേ? അതിനകത്ത് സർക്കാർ ഖജനാവ് ഒന്നും തന്നെ നഷ്ടപ്പെടുത്തുന്നില്ല. സർക്കാർ ഖജനാവിന്റെ നാട്ടിലല്ല, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചുള്ളത് ഇതല്ലൊരു പ്രശ്നമല്ല. കാരണം നിത്യജീവിതത്തിന് അറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് ഓടി നടക്കുന്ന സാധാരണ ജനങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അതേസമയം നേരെ മറിച്ച് ഞാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ചാർജ് വളരെ കൂടുതലാണ്, വൈദ്യുതിയുടെ ചാർജ് വളരെ കൂടുതലാണ്, ഞാൻ കൊടുക്കുന്ന ലാൻഡ് ടാക്സ് വളരെ കൂടുതലാണ്, എൻ്റെ കെട്ടിട നികുതി വളരെ കൂടുതലാണ്, എനിക്ക് വണ്ടിയായിട്ട് പുറത്തിറങ്ങാൻ വയ്യാത്ത രീതിയിൽ ഫൈൻ അടിക്കുകയാണ്. ഇതൊക്കെ വരുമ്പം അങ്ങനെയുള്ളൊരു ഗവൺമെന്റിന് ജനങ്ങൾ വോട്ട് കൊടുക്കുമോ? അതോ രാഹുൽ മാങ്കൂട്ടൽ എന്ന് പറഞ്ഞ് ജനങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുമോ? ചെയ്യത്തില്ല. ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളാണ് എപ്പോഴും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് പാർട്ടിക്ക് അതീതമായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യും എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.